കൊച്ചിന് 3 വയസ്സുള്ളപ്പോൾ തൊട്ട് നേരെ നോക്കിയത് സംസാരിക്കത്തില്ല. വീട്ടിലാൾ ആക്റ്റീവാണ്. ഇപ്പം ഒരു ഗസ്റ്റുകളൊക്കെ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ നോക്കില്ല, തലകുമ്പിട്ട് നിൽക്കുള്ളൂ. സ്കൂളിലാണെങ്കിലും നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് നോക്കത്തില്ല. ന്യൂറോ ഡോക്ടറിനെ കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല. കൊച്ചിങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വന്നതിൻ്റെമായി ബന്ധപ്പെട്ട് വിശ്വവസ്തുക്കൾ കൊച്ചിന് ഉപയോഗിക്കുമായിരുന്നു. തേൻ ഉപയോഗിക്കുമായിരുന്നു, ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു, തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. റിസൾട്ട് എന്ന് പറയുന്നത് ടീച്ചർ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു, കൊച്ചിന് ഭയങ്കര മാറ്റമാണ്, ഹന്ന പഴയ ആളല്ല, ഭയങ്കര ചേഞ്ച് ആവാൻ നിൽക്കണം, നല്ല ധൈര്യമാണ് എന്നൊക്കെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഉപജില്ലാ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു. അപ്പോഴും ടീച്ചർമാർ പറയുകയാണ് വളരെ കൂളായിട്ടാണ് സ്റ്റേജിലോട്ട് കയറി പോകുന്നത്. അതായത് 8ാം ക്ലാസ്സിലെ പിള്ളേർ വരെ പേടിച്ചിട്ടാണ് സ്റ്റേജിൽ കയറി പോകുന്നത്. കൊച്ച് 2nd സ്റ്റാൻഡേർഡല്ലേ ഉള്ളൂ, വളരെ ധൈര്യത്തോടെയാണ് കയറി പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വളരെയധികം ആക്റ്റീവാണ് ഇപ്പോൾ ആൾ. പിന്നെ എല്ലാ ദിവസവും ജപമാല തനിയെ തന്നെ ചൊല്ലിക്കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഹന്ന തന്നെ കഴിഞ്ഞ ദിവസം എന്ന് പറയുകയാണ്, സ്കൂളിൽ പരീക്ഷ സമയത്ത് കുരിശ് വരച്ചു. ഞങ്ങൾ കുരിശ് വരക്കാൻ പറഞ്ഞിട്ടില്ല. ആൾക്ക് പേപ്പർ കിട്ടിയപ്പോൾ കുരിശ് വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പരീക്ഷ എഴുതിയത്. പിന്നെ കഴിഞ്ഞ മാസം ഉൽപ്പത്തി പുസ്തകം ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, പറയാതെ തന്നെ ഉൽപ്പത്തി പുസ്തകം വായിച്ചു തീർത്തു. ഈ ഉടമ്പടി കാലഘട്ടത്തിൽ വലിയൊരു അനുഗ്രഹമാണ് മകൾക്ക് കിട്ടിയേക്കുന്നത്.